നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ വീണ്ടും കളിക്കളത്തിലേക്ക് എത്തിയതിൻ്റെ ആവേശത്തിലാണ് ആരാധകർ. പരിക്കിൽ നിന്ന് മുക്തനായിട്ട് അദ്ദേഹം ഇന്ന് ബ്രസീലിയറോ സിരിയയിലെ ഫ്ലുമിനൻസ് വേഴ്സസ് സാന്റോസ് FC മത്സരം കളിക്കാനിറങ്ങി. കളിയുടെ രണ്ടാം പകുതിയിലാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് വന്നത്. ആദ്യ പകുതിയിൽ അദ്ദേഹം ബെഞ്ചിലായിരുന്നു. പരിക്കിൽ നിന്ന് മുക്തനായി വന്ന നെയ്മറുടെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. മോശമല്ലാത്ത പ്രകടനം തന്നെ നെയ്മർ ജൂനിയർ കാഴ്ചവെച്ചു. പക്ഷേ മത്സരം ഒടുവിൽ സാന്റോസ് തോറ്റു. അവസാന ഘട്ടത്തിൽ സാമുവൽ സേവ്യറുടെ ഗോളിന് ഫ്ലുമിനൻസ് വിജയിച്ചു കയറിയായിരുന്നു. കളിയിൽ ആധിപത്യം പുലർത്തിയത് ഫ്ലുമിനൻസ് തന്നെയാണ്, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്നാലും നെയ്മറുടെ പ്രകടനം എങ്ങനെ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം മോശമല്ലാത്ത പ്രകടനം അദ്ദേഹം നടത്തി. ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് എന്ന് പറയാനില്ല. പക്ഷേ പരിക്കിൽ നിന്ന് മുക്തനായി വരികയല്ലേ, ഭേദപ്പെട്ട പ്രകടനം തന്നെയാണ്. 45 മിനിറ്റ് അദ്ദേഹം കളിച്ചു. ഒരു ഷോട്ട് ഉയർത്തു, അത് ഓൺ ടാർഗറ്റ് ആയിരുന്നു. ഒരു കീ പാസ് അദ്ദേഹം കൊടുത്തു. 22 പാസുകളിൽ 16 സക്സസ്ഫുള്ളായി എന്ന് പറയുമ്പോൾ 73% പാസിംഗ് ആക്യുറസി. 16 ഡ്യുവൽസിൽ 9 അദ്ദേഹം വിജയിച്ചു എന്ന് പറഞ്ഞാൽ കളിയിൽ രണ്ടാമതാണ് ആ കാര്യത്തിലുള്ളത്. 6 ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകൾ നടത്തി 2 സക്സസ്ഫുൾ ആയത്. ആ കാര്യത്തിൽ അദ്ദേഹം കളിയിൽ ഒന്നാമതാണ്. 6 തവണ അദ്ദേഹം ഫൗളിന് വിധേയനായി. ആ കാര്യത്തിൽ ഏറ്റവും അധികം ഈ കളിയിലും ഫൗളിന് വിധേയനായത് നെയ്മർ ജൂനിയർ തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു യെല്ലോ കാർഡ് ലഭിക്കുകയും ചെയ്തു. sofascore.com അദ്ദേഹത്തിന് നൽകുന്ന റേറ്റിംഗ് 6.7 ആണ്. അതായത് മോശമല്ലാത്ത ഭേദപ്പെട്ടൊരു പ്രകടനമാണ് നെയ്മർ ജൂനിയറിൽ നിന്ന് വന്നത് എന്നർത്ഥം. ഏതായാലും നെയ്മർ പറയുന്നത് തനിക്ക് വീണ്ടും കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ പറ്റി എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. തനിക്കേറെ സന്തോഷം നൽകുന്ന കാര്യം അതാണ് എന്നതാണ്. അദ്ദേഹം പറയുന്നു, ഐ ആം ഹാപ്പി, ഓഫ് കോഴ്സ് വീണ്ടും കളിക്കാൻ പറ്റി എന്നുള്ളതിൽ സന്തുഷ്ടനാണ്. എനിക്ക് ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് ഏറെ പ്രിയപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ മത്സരത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് അവസാന ഘട്ടത്തിൽ അബദ്ധം പറ്റി, അതിനുള്ള വിലയും നൽകേണ്ടി വന്നു എന്നതാണ് നെയ്മറുടെ ഒരു വിശദീകരണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.